ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര ഭാഗത്താണ്. ഇവിടെ കനത്ത മഴ പെയ്യുന്നു, വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാനകളും ഓടകളും ഒക്കെ നിറഞ്ഞൊഴുകുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം കാര്യമായിട്ട് വെള്ളം കയറി. എങ്ങനെയുണ്ട് വെള്ളം? ഓക്കെ, അവരൊക്കെ യഥാർത്ഥത്തിൽ മലയാളികളല്ലെന്ന് മനസ്സിലായി. മലയാളിയാണ്. എങ്ങനെയുണ്ട് ഈ റോഡിലെ വെള്ളം? വൻ ഷോക്കാണ്. എങ്ങനെയുണ്ട് റോഡ്? എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, എങ്ങനെയാ മഴ? മഴ പേര് അടിപൊളി. എന്തെങ്കിലും ഇത്രയും മഴ ഏതായാലും ഇത്രയും വെള്ളം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതിനും അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇത്രയും വെള്ളം മുങ്ങാൻ കാര്യം എന്താ? ഇവിടെ ഭയങ്കരമായ മഴ. അല്ല, ഈ കാനകളൊക്കെ നിറഞ്ഞല്ലോ. കാനകളൊക്കെ നിറഞ്ഞ് സൗത്ത് ഉളമശ്ശേരി പോലുള്ള വെള്ളമാണ് ഈ വരുന്നത്. ഈ വാഹനങ്ങളൊക്കെ മാറ്റുന്നുണ്ടോ? ഇപ്പോൾ വാഹനങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, റോഡിലേക്ക് മാറ്റുന്നുണ്ട്. അപകടമുണ്ടോ? എവിടെയെങ്കിലും അപകടം ഉണ്ടോ? ഒരു അപകടം ഇതേവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ടൂ വീലറൊക്കെ ഓടുന്ന റോഡല്ലേ ഇത്? അല്ല, ഞാൻ നാട്ടുകാരാണ്. ഞാൻ നോക്കാൻ വേണ്ടി വന്നേ. കാണാനല്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാനായിട്ട്. എന്റെ ചേട്ടൻ എന്തോ രഹസ്യം പറയാൻ പറ്റുക, നാണം കെടുത്തി കളഞ്ഞിപ്പോ. ഓക്കെ, അപ്പോൾ നമ്മുടെ തൃക്കാക്കരയിലെ മെമ്പർ കൗൺസിലർ വരുന്നുണ്ട്. അദ്ദേഹം വളരെ സജീവമായിട്ട് തന്നെ രാവിലെ കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൗൺസിലറെ നമസ്കാരം. കൗൺസിലർ, എന്താ അവസ്ഥ? 2 മണിക്കൂർ മഴ പെയ്തപ്പോഴത്തേക്കും എല്ലാ ഏരിയയും മുങ്ങി. എത്ര മണിക്ക് ഇറങ്ങി രാവിലെ? ഞാൻ 7 മണിക്ക് ഇറങ്ങിയതാ. മഴ തുടങ്ങിയപ്പോൾ 8 മണിയായിരുന്നു. അറിയാം, നിങ്ങൾ ഏറ്റവും സജീവതയുള്ള കൗൺസിലറാണെന്ന് അറിയാം. ഇപ്പൊ എന്തൊക്കെ രാവിലെ ഇത് ചെയ്തു? ഇപ്പൊ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു അല്ലേ? എല്ലാ ഏരിയയും തടസ്സപ്പെട്ടേക്കാണ്. ഏകദേശം നമ്മുടെ വാർഡിൽ തന്നെ ഒരു 10-20 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ മാറ്റിയോ? ഇല്ല, മാറ്റിയിട്ടില്ല. ഇപ്പൊ 1 മണിക്കൂർ മഴ നിന്ന് വെള്ളം ഇറങ്ങി പോകും. എറണാകുളത്ത് പൊതുവെ സ്ഥിതി ഇതാണോ? എല്ലാ ഏരിയയിലും വെള്ളം കയറിയിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭ മാത്രമല്ല, കളമശ്ശേരി മുനിസിപ്പാലിറ്റി എല്ലാ ഏരിയയിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതാണ് കൗൺസിലർ പറയുന്നത് പോലെ സ്ഥിതി വളരെ മോശമാണ്. വെള്ളം ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ കൂടുതൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് വേണു ബാലകൃഷ്ണൻ, ഞാൻ ചിലപ്പോൾ ഒരു അടിയന്തര സാഹചര്യത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് ഓവർ ടു വേണു ബാലകൃഷ്ണൻ.